channel of your peace. Where there is hatred, let me bring your love. Where there is injury, your pardon, Lord. And where there's doubt, through faith in you. Make me a channel of your peace. Where there's despair in life, let me bring hope. Where there is darkness, only light. And where there's sadness, ever joy. Oh, Master, grant that I may never seek so much to be consoled as to console, to be understood as to understand, to be loved as to love with all my soul. Make me a channel of your peace. It is in pardoning that we are pardoned, in giving to all men that we receive, and in dying that we're born to eternal life.
special welcome. We, the Franciscan missionaries of Mary, with cheerful hearts, stand before you to welcome each and every one of you for this special occasion. Our house and our hearts are filled with numerous joy by the very presence of Most Reverend Dr. Joseph Ma Thomas, Bishop of Bateli, and Father Monsignor Jacob Olikar, Vicar General, and my dear fathers and sisters. Happiness, health is the seed. Happiness, share is the flower. I now invite Reverend Sister Juliet Anthony, our superior, to welcome our Bishop and Vicar General with a bouquet of flowers to express our happiness. We, the Franciscan families, raise our praises and gratitude to God for the wonderful gift of Seraphic Father St. Francis of Assisi, who is known as Second Christ. St. Francis continues to spread his message in the world, still rich of teaching for our times as well. His lifestyle inspired by the gospel. His commitment to imitating Christ, his message of an authentic being, who knew how to reach peace with God, with himself, with others, and with creation, is still relevant for today's world. Our Seraphic Father St. Francis of Assisi is known as Mirror of Christ, well known of poverty, simplicity, humility, fraternity, minority, lover of nature, patron of ecology, and instrument of peace. As we take part in this evening worship, let us pray all that we may have the same love and desire to serve for the God. ആമീൻ. ദൈവമായ കർത്താവിന്റെ നാമത്തിൽ നായകൻ വാഴ്ത്തപ്പെട്ടവനാകുന്നു. ഉയരങ്ങളിൽ സ്തുതി. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് ക്ഷമ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു. ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടവനെ ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ കൃപയുണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ ഞങ്ങളുടെ ശുശ്രൂഷയും പ്രാർത്ഥനകളും കൈക്കൊണ്ട് ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ നിനക്ക് സ്തുതി. പാപികളായ അടിയാരോട് കരുണ ചെയ്യുന്ന മിശിഹാരാജാവേ നിനക്ക് സ്തുതി. ബാരക്കുമോ തിരുനാം പരിശുദ്ധമാപ്പെടണമേ. അജിം വരയണമേ. ദുരേഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചൊല്ലണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ തിരുവലമാ നമ്മുടെ കർത്താവ് യേശു മിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴെപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമീൻ. അനുകൂലത്തിന്റെ ദിവസത്തിൽ സൃഷ്ടിയെ നീ പുത്തനാക്കി അനുകൂലമാക്കണമേ. കർത്താവേ, എല്ലാ ആശ്രയത്തോടുകൂടെ മരിച്ച് എൻ്റെ ഒരു നോക്കി പാർക്കുന്ന ഞങ്ങളുടെ മരിച്ചവരെ ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തണമേ. അബ്രാന്റെ ഇസാഖിന്റെ യാക്കോവിന്റെ മടിയിൽ അവരെ പാർപ്പിക്കണമേ. വന്നവനും വരുവാനിക്കുന്നവരും മരിച്ചവരവരുമാക്കുന്നവരുമായുണ്ടാവുന്നു. ശരീരങ്ങളും ആത്മാക്കളും ശരിയായിട്ട് സ്വീമാറാണമേ. ആമീൻ. നിന്റെ അനുഗ്രഹ വാതിൽ ഞങ്ങളുടെ നേരെ അടയ്ക്കരുതേ. കർത്താവേ, ഞങ്ങൾ പാവിളാവുന്നു ഞങ്ങൾ ഏറ്റു പറയുന്നു. ഞങ്ങളോട് കരുണയുണ്ടാകണമേ. കർത്താവേ, എന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോവാനായി നിന്റെ സ്നേഹത്തിനടുത്തു നിന്ന് ഞടുക്കിലെ നിറകൊണ്ടുവന്ന് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ആമീൻ. നിന്നെ വന്ദിക്കേണ്ട ആവശ്യങ്ങൾ നീ മുടക്കരുതേ. ദൈവമേ, ബലഹീനരായുടെ സഹായത്തിനെ വിളിക്കുന്നു. അല്ലവനെ ഞങ്ങളുടെ അപേക്ഷയുടെ സ്വരം കേട്ട് കനയുണ്ടായ ഞങ്ങളുടെ യാചനകൾ നൽകണമേ. ആമീൻ. കൈക്കൊണ്ടടിയാരുടെ കർമ്മം വെറുതെ ചെല്ലണമേ. നിൻ അറിയുന്നലും അനുഗ്രഹവും വെടിഞ്ഞിട്ടുണരോട് ഞാൻ നിൻ മുന്നിൽ കാറാകണമേ. വീണ്ടും ഉറങ്ങില നിൻ പാപം തീണ്ടുകയും ചെയ്യരുതേ. ഞാൻ കൃണറിൽ ചെയ്യാതെ കാക്കണമേ നാദാകൃപയാ. നിദ്രേ ഞാൻ പാപം ചെയ്യൽ നിൻ കൃപമോചനമല്ലണമേ. നീഴും നിൻ കുരിശുനെയോർത്തേകണമടിയനു സുഖനിദ്ര. രൂപക്കാഴ്ചകളിൽ പായാതെന്നെ രക്ഷിക്കാൻ. ഉറങ്ങും നേരം ദുശ്ചിന്ത ദുഷ്ടന്മാരും എന്നെ വന്നു ഭരിക്കുവാൻ ഈ രാവിൽ ആക്കണമെന്നേ. നിന്മേ ഞാൻ ഭക്ഷിച്ചതിനാൽ ദുർമോഹേ വീഴരുതേ. ഞാൻ ആശ്വാസത്തോടുറങ്ങുമെനി കാവുക നിന്റെ രക്തങ്കാവൽ. ഈ നിൻ സദൃശമതാം സൃഷ്ടി കേൾക്കണമേ നീ സ്വാതന്ത്ര്യം. നിൻകെ വേലയതാമേ മേൽ നിന്റെ വലങ്കേ മേവണമേ. പരിചയ്ക്കു പങ്കാക്കുക നിൻ കരുണക്കോട്ട വളഞ്ഞെന്നെ. മെയ്യുറങ്ങുമ്പോൾ കാവൽ ചെയ്യണമേ നിന്നുടെ ശക്തി. ആകണമേ നൽ ധൂപം പോൽ എന്റെ ഉറക്കം തിരുമുമ്പിൽ. നിൻ മാതൃ പ്രാർത്ഥനയാലൻ ശയ്യക്കണിയരുതേ ദുഷ്ടൻ. സാത്താൻ എന്നെ കൊല്ലായുവാൻ തിരുബലി അവന് വിലക്കണമേ. നിൻ വാക്കങ്ങൾ നിവർത്തിക്ക, നിൻ കുരിശൻ കാത്തിടുക. എന്നെ താങ്ങിയ നിന്നൻപ നിന്നെ ഉണർവിൽ സ്തുതി ചെയ്യുവാൻ. രക്ഷക നീ വെളിവിൽ തന്നെ നിൻവാസം. വെളിവിൻ പുത്രന്മാർ നിന്നെ തന്നെ വന്നിച്ചിടുന്നു. സ്തോത്രം സ്തോത്രം കർത്താവേ, സ്തോത്രമതായിരമായിരമാ അനവധിയായി സ്തോത്രം നാഥ. കൃപ വേണം ഞങ്ങളിലെന്നും. പ്രത്യേകത്വവും ഏകത്വവും നൃത്വമായി സ്തുതി ചെയ്യും. പിതൃസുത പരിശുദ്ധാത്മാവാം സത്യേകപരനായി സ്തോത്രം. ഞങ്ങളെ കാത്തുലണമേ. രക്ഷിതാപുത്രനമ്പുരാനെ ജയമുള്ള സ്ലീബായ ഞങ്ങളെ മറച്ചൊല്ലണമേ. പരിശുദ്ധാറുകാരമ്പുരാനെ ഞങ്ങളെ അധിവാസത്തിന്റെ ഭവനങ്ങളായി തീർക്കണമേ. ദൈവമായ കർത്താവേ, എല്ലാ സമയത്തും ദൈവത്തിന്റെ ചിറകിൽ ഞങ്ങളെ മറച്ചൊല്ലണമേ. ആമീൻ.
സ്ഥാനത്ത് നീക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനത്തിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. കർത്താവിന്റെ ബഹുമാനത്തിന്റെ സ്ഥാനത്തേക്കും വാഴ്ത്തപ്പെട്ടതാകുന്നു. ഞങ്ങളോട് കരുണ ചെയ്യണമേ. വിശുദ്ധീയമാർത്തമേ ഞങ്ങളോട് വിശുദ്ധീയമാർത്തമേ വീണ്ടായി ഞങ്ങളോട് കരുണ ചെയ്യണമേ. എന്നേക്കും വിശുദ്ധിയും മാത്രമുള്ളവനാവുന്നു. നീ വിശുദ്ധിയുള്ളവനും തിരുനാവുന്നേക്കും വാഴ്ത്തപ്പെട്ടതുമാവുന്നു. കർത്താവേ നിനക്ക് സ്തുതി. ഞങ്ങളുടെ ശരണവുമേ എന്നേക്കും നിനക്ക് സ്തുതി. പാറയ്ക്കുമോ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. എൻ്റെ രാജ്യം വരണമേ. ഒരു ഇഷ്ടം സ്രതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ ഇടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ ഇടകണം പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്. പിന്നെയോ ദുഷ്ടനെ ഞങ്ങളെ രക്ഷിച്ചൊല്ലണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമീൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ തിരുവോരമായ നമ്മുടെ കർത്താവ് യേശുമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ തമ്പുരാന്റെ അമ്മേ, പാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചൊല്ലണമേ. ആമീൻ. ആകാശത്തിന്റെയും ഭൂമിയുടെയും കാണപ്പെടുന്നവയും കാണപ്പെടാത്തവയുമായ സ്വർഗത്തിന്റെയും സൃഷ്ടാവുമായ പ്രത്യേക ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സർവ്വലോകങ്ങൾക്ക് മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും പ്രകാശമുള്ള പ്രകാശവും സത്യദൈവത്തിനുള്ള സത്യദൈവവും ജനിച്ചവനും സൃഷ്ടിയല്ലാത്തവനും സാരാംശത്തിൽ പിതാവിനോട് സമത്വമുള്ളവനും സർവസൃഷ്ടിക്കും ഏതുവാനും മനുഷ്യ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി സ്വർഗത്തിനിറങ്ങി പരിശുദ്ധയിൽ നിന്നും ദൈവമാതാവിൽ നിന്നും ശരീരമായി തീർന്ന മനുഷ്യനായി പൊന്തിയോസ് പീലാത്തോസ് ദിവസങ്ങളിൽ ഞങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് തിരുമനസ്സാപ്രകാരം മൂന്നാം ദിവസം എഴുന്നേറ്റ് സ്വർഗ്ഗത്തിലേക്ക് കരേറി ിരിക്കുന്നവനും ജീവനുള്ളവരെയും മരിച്ചവരെയും വിധിപ്പാൻ വലിയ മാത്രത്തോടെ ഇനിയും വരുവാനിരിക്കുന്നവനും അവസാനമില്ലാത്തവനും കർത്താവുമായ യേശുമിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ശ്രദ്ധയും ജീവിപ്പിക്കുന്ന കർത്താവും പിതാവിനോട് പുറപ്പെട്ട് പിതാവിനോട് മൊത്തനോടും കൂടെ വന്ദിക്കപ്പെട്ട് സ്തുതിക്കപ്പെടുന്നവനും ബിയന്മാരും സ്ലീയന്മാരും വാതിൽ സംസാരിച്ചവനുമായി ജീവനും പരിശുദ്ധിയുമുണ്ടായാലും ഏകവും വിശുദ്ധമായ സഭയിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമായിട്ടുള്ള മാമോദീസ ഒന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളെ പറഞ്ഞ് മരിച്ചോടും പരിപാലിക്കുന്ന ലോകത്തിലെ പുതിയനുമായ നോക്കി പാർക്കുന്നു. ആമീൻ. ും അവതടരിട്ടുമേ പാർക്കുമോ ലോലം മീനാമീൻ ഉദകണമേനിൻ പ്രാർത്ഥന നിൻ ഓർമ്മയെ ബഹുമാനിച്ചോർക്കാം. സോമൻകാലസ്കുറിയേനായി സോം പതിവെമ്പാടിനിൻ കോട്ട തലയായി പ്രാർത്ഥിക്കാം. ഇമ്പമിഴും നിൻ പാട്ടിൽ ശ്രദ്ധിച്ചിടുന്നേ. ആടുകളെ മോശെ പോത്ര കൈവാട്ടേണം പാർക്കണം.
സുതനും സ്തോത്രം. നിന്നെ മൂടി ജോടിക്കുന്ന വന്യൻ നിൻ പ്രാർത്ഥന കൃപയേറ്റട്ടെ ഞങ്ങൾക്കെന്നും. മുറിയോറാകി മലയിലോ ആധാരേ പ്രാർത്ഥിപ്പിൻ കർത്താവോട്. വടികളെയും തൻ കോപത്തിൻ വടികളെയും മായ്ച്ചിടാൻ. ആത്മീയമായ പ്രാർത്ഥനകൾ സംബന്ധിക്കുന്ന നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവായിട്ട് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവേ, നിങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയുടെ സുഖാസൻവാക്കൽക്കപ്പെട്ട് അംഗീകരിക്കപ്പെട്ട ദൈവമായി തിരിയണം. ഈ കൊശു കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ദയതോന്നി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, ഉത്തരമല്ലി ഞങ്ങളോട് കരുണ ചെയ്യണമേ. കർത്താവേ, നിനക്ക് സ്തുതി. കർത്താവേ, നിനക്ക് സ്തുതി. രക്ഷകടവുമേ, എന്നേക്ക് നിനക്ക് സ്തുതി. പാരയ്ക്കുമോ തിരുനാമം പരിശുദ്ധമാപ്പെടണമേ. എന്റെ രാജ്യം വരയണമേ. ദുരേഷ്ടം സ്രോതലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരയണമേ. ഇടയിടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഇടയിടകളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുത്, പിന്നെയോ ദുഷ്ടത ഞങ്ങളെ രക്ഷിച്ചൊല്ലണമേ. എന്നാൽ രാജ്യവും ശക്തിയും മഹത്വം എന്നേക്ക് നിനക്കുള്ളതാവുന്നു. ആമീൻ. നമ്മുടെ കർത്താവിനോടുകൂടെ നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. എന്റെ തിരുവലമാൻ നമ്മുടെ കർത്താവേ, ശമിക്കുക വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമ്മേ, തമ്പുരാന്റെ അമ്മേ, ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴെപ്പോഴും മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. ആമീൻ. ആദ്യ മുതൽ എന്നേക്കും. ആമീൻ. ഏറ്റവും സ്നേഹമുള്ള വൈദിക സഹോദരങ്ങളെ, നമ്മുടെ ഹൗസിൻ്റെ മാതാ സിസ്റ്റർ ജോലി, പ്രധാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും സന്തോഷവും ആത്മാഭിമാനമുള്ള ഒരു സന്ധ്യാസമയമാണിത്. ഈ ഭവനം വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നതായിട്ടുള്ള അവസരമാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ അധ്യക്ഷതയിൽ സഭയിൽ ധാരാളം കോൺഗ്രിഗേഷൻസ് ഉണ്ട്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ മധ്യസ്ഥതയിൽ സ്ഥാപിതമായിരിക്കുന്ന ഇവിടെ ചെറുകിയരായിരിക്കുന്ന വിവിധ കോൺഗ്രിഗേഷനിലെ എല്ലാ അംഗങ്ങളെയും ശേഷിച്ച് ഈ ഭവനത്തിലുള്ള എല്ലാവരെയും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും ആശംസകളും ദൈവാനുഗ്രഹങ്ങളും സമർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ച് നിങ്ങളോട് ഒന്നും പറയേണ്ട കാര്യമില്ല. നിങ്ങളെല്ലാം അതിനേക്കാൾ വളരെ പ്രാവീണ്യമുള്ളവരാണെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. ഫ്രാൻസിസ് അസീസിയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് ചെറിയ കാര്യങ്ങൾ നമുക്ക് സ്മരിക്കുവാനായിട്ടുള്ളത്. ഫ്രാൻസിസ് അസീസിയുടെ ജീവിതം മുഴുവൻ നമ്മളെ രണ്ടാമത്തെ ക്രിസ്തു, സെക്കൻഡ് ക്രൈസ്റ്റ് എന്ന് വിളിക്കുന്ന ഫ്രാൻസിസ് അസീസി എല്ലാ അർത്ഥത്തിലും he was sensitive to the needs of God. ദൈവിക കാര്യങ്ങളായിരുന്നു ഫ്രാൻസിസ് അസീസിയുടെ ഒന്നാമത്തെ ചിന്തയും അവസാനത്തെ ചിന്തയും എന്ന് പറയുന്നു. ദൈവത്തിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും, ദൈവത്തിൻ്റെ ഇഷ്ടം എന്താണ്, ദൈവത്തെ പഠിപ്പിക്കുന്ന എന്താണ്,
ദൈവരാജ്യത്തെ പറ്റിയുള്ള ചിന്തകൾ, അതിൻ്റെ വിപുലീകരണം, ദൈവരാജ്യത്തിൻ്റെ പണിതുയർത്തൽ, ഇതെല്ലാം ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിൽ നമുക്ക് കാണാവുന്ന സാധ്യമാകും. ഒന്നാമത്തെ കാര്യം, ദൈവരാജ്യത്തിൻ്റെ ജീവിക്കുന്ന സാക്ഷിയായ ക്രിസ്തുവിൻ്റെ ജീവിക്കുന്ന പ്രതിരൂപമായ ഫ്രാൻസിസ് അസിസി എല്ലാ അർത്ഥത്തിലും തൻ്റെ ജീവിതത്തിലും നടപ്പിലും വിപ്പിലും പ്രാർത്ഥനയിലും ത്യാഗത്തിലും സഹനത്തിലും എല്ലാം ജീവിച്ച് കാണിച്ചു എന്നുള്ളതാണ്. അതായിരുന്നു ഏറ്റവും വലിയ സുവിശേഷം. നമ്മുടെ വൈദികരുടെ സന്യാസികളെല്ലാം ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലൂടെയുള്ള സാക്ഷ്യമാണ്. ഫ്രാൻസിസ് അസിസിയെ പറ്റി ധാരാളം കാര്യങ്ങളെ ധ്യാനഗുരുക്കന്മാരൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുകയും പഠിക്കലെ ഫ്രാൻസിസ് അസിസി എൻ്റെ ശിഷ്യന്മാരെയും കൂട്ടിക്കൊണ്ട് സുവിശേഷം പ്രസംഗിക്കാനായിട്ട് പോയി എന്നാണ് പറയുന്നത്. അദ്ദേഹം രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ സുവിശേഷം പ്രസംഗിക്കാൻ പോവുകയും വഴിയിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ ചെറിയ സഹായങ്ങളും അതോടൊപ്പം തന്നെ അനുഗ്രഹങ്ങളൊക്കെ കൊടുത്ത് തിരിച്ച് ആശ്രമം തിരിച്ചു വന്നപ്പോൾ ഒരു ബ്രദർ പറഞ്ഞു, നമ്മൾ സുവിശേഷം പ്രസംഗിച്ചിട്ടില്ലോ എന്ന് പറഞ്ഞു. അപ്പോഴാണ് മനസ്സ് പറഞ്ഞത്, നമ്മൾ ഈ നടന്നുപോയ ആശ്രമങ്ങളിലെല്ലാം പ്രാർത്ഥിച്ചുകൊണ്ട് സഹായിച്ചുകൊണ്ട് പോയ അവസരത്തിൽ സുവിശേഷം പ്രസംഗിക്കുകയായിരുന്നു. ഈ സിസ്റ്റേഴ്സിനൊക്കെ ചിലപ്പോൾ ഞാൻ നോക്കിയിട്ടുണ്ട്, സിസ്റ്റേഴ്സ് എന്തായിരുന്നു ഈ സിസ്റ്റേഴ്സ് നടന്നു പോകുന്നതുകൊണ്ട് ആ സുവിശേഷം പ്രസംഗിക്കുന്ന പോലെ തോന്നും. കാരണം വളരെ ശാന്തമായ ലാളിത്യത്തോടുകൂടി വളരെ വിനയത്തോടുകൂടി പ്രാർത്ഥനാ നിർഭരരായി ഈ ദേവാലയത്തിന് ചുറ്റും വരമനയിലൊക്കെ വരുമ്പോഴൊക്കെ ഇങ്ങനെയാണ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞങ്ങളെ നോക്കുക, യേശുവിനെ കാണണമെന്നൊരു യേശുവിൻ്റെ കാരുണ്യം, സ്നേഹം, വിനയം, ലാളിത്യം ഇതൊക്കെ കാണണമെന്ന രീതിയിൽ ഞങ്ങളുടെ ജീവിതത്തിൽ നോക്കുക എന്ന് പറയത്തക്ക രീതിയിലുള്ള ഒരു സാക്ഷ്യം നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിന് കൊടുക്കുവാനായിട്ട് സാധ്യമാകുന്നുള്ളത് ഫ്രാൻസിസ് അസിസിയിൽ നിന്ന് ലഭിച്ച വലിയ സന്ദേശത്തിന്റെ ഭാഗമായിട്ട് ഞാൻ കാണുകയാണ്. രണ്ടാമതായിട്ട് ഫ്രാൻസിസ് അസിസിയെ സംബന്ധിച്ച് പറയാൻ സാധ്യമാകുന്ന he was very sensitive to the needs of other people. മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലെ ലാളിത്യത്തോടെ വിനയത്തോടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറിയ കാര്യങ്ങളിൽ വിശ്വസ്തന്, വലിയ കാര്യങ്ങളിൽ വിശ്വസ്തനായിരിക്കും. ഫ്രാൻസിസ് സംബന്ധിച്ച് മറ്റൊരു കഥ പറയുന്നത്, ഒരിക്കലും ഫ്രാൻസിസ് അസിസിയുടെ ആശ്രമത്തില് കള്ളം കയറി എന്നാണ് പറയുന്നത്. കള്ളം കയറിയ അവസരത്തില് നമ്മുടെ ഫ്രാൻസിസ് അസിസിലെ എന്താണ് നമ്മുടെ സഹോദരന്മാരും അച്ഛന്മാരും അത് മോശമെന്നൊക്കെ അതിനെ കണ്ട് അടിക്കുകയും ചെയ്യാം. അവരെടുത്തിട്ട് നല്ല നെക്ലേസ് കൊണ്ട് പോലെ അടിച്ച് പരത്തി അവനെ ഒരു കുരിശിലൊക്കെ ഇങ്ങനെ കെട്ടി തൂക്കിയിട്ടുണ്ട്. ഫ്രാൻസിസ് ഇവനെയും അടിച്ച് പരത്തി വിട്ട് നിങ്ങൾ എന്താണ് ചെയ്തതെന്ന് ചോദിച്ചു. കള്ളനല്ലേ, കള്ളനെ അടിക്കുക എന്നുള്ള അടിച്ച് അവനെങ്ങനെ കെട്ടി വെച്ചിരിക്കുകയെന്ന് ഫ്രാൻസിസ് പറഞ്ഞു. ഈ ആശ്രമത്തിൽ നമുക്ക് യേശുവിൻ്റെ സ്നേഹം കള്ളന് പോലും മനസ്സിലാകട്ടെ എന്ന് ചോദിച്ചു. കള്ളന് പോലും ആശ്രമത്തിൽ നിന്ന് യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കേണ്ടത് അടിയിടിയൊന്നുമല്ല എന്ന് ഫ്രാൻസിസ് അസിസി പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാവുന്ന നമ്മൾ എവിടെ ചെന്നാലും മറ്റുള്ളവർ കർത്താവിൻ്റെ സ്നേഹവും കരുണയും സാക്ഷിക്കുക എന്നുള്ളതാണ്. നമുക്ക് ചെയ്യാവുന്ന നന്മകൾ, ശത്രുക്കളെ പോലും സ്നേഹിക്കുക എന്ന് പറഞ്ഞ കർത്താവിൻ്റെ ഒരു വലിയ സ്നേഹത്തിൻ്റെ സന്ദേശം, മറ്റുള്ളവരോട് കരുണ കാണിക്കുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, കഴിവുള്ള രീതിയിൽ എല്ലാവരും സഹായിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞ യേശുവിൻ്റെ ആ ഒരു വലിയ കരുണയുടെ മുഖമായിരുന്നു ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തിന്റെ സാക്ഷ്യം എന്ന് പറയുന്നു. നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിയുടെ ഇപ്പോഴേ കേന്ദ്രീകരിച്ച് ശുശ്രൂഷ ചെയ്യുമ്പോൾ നമുക്കറിയാവുന്ന പോലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം എത്തിച്ചു കൊടുക്കുന്ന ഒരു കാരുണ്യത്തിന്റെ ശുശ്രൂഷയുണ്ട്. രോഗികളെ സൗഖ്യമാക്കുന്ന ശുശ്രൂഷയുണ്ട്. ഇവിടെ ഒന്നാക്കി പഞ്ചറൊക്കെ നടത്തി രോഗികൾക്കൊക്കെ നല്ല സൗഖ്യം കൊടുത്തു വിടുന്ന നല്ല സൗഖ്യദായക ശുശ്രൂഷയുണ്ട്. അതുപോലെ ഭവനങ്ങളൊക്കെ സന്ദർശിച്ചവർക്ക് വേണ്ട സഹായങ്ങൾ, അതോടൊപ്പം തന്നെ ആശ്വാസങ്ങൾ, അവർക്ക് വേണ്ടതായിട്ടുള്ള പിന്തുണ, അവർക്ക് വേണ്ട ആത്മധൈര്യം ഒക്കെ കൊടുക്കുന്ന നമ്മുടെ പാസ്റ്ററൽ മിനിസ്ട്രിയുടെ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്ന് ശുശ്രൂഷിക്കുന്നതായിട്ടുള്ള ഒരു വലിയ സന്തോഷം നമ്മുടെ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഫ്രാൻസിസ് അസിസിയുടെ മാതൃകയിൽ ഇവിടെ നടത്തുന്നതിൽ വളരെയേറെ സന്തോഷവും ആഹ്ലാദവും നിങ്ങൾ അറിയിക്കുക. അതുപോലെ തന്നെ ഫ്രാൻസിസ് നമ്മുടെ സന്യാസ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ആവിഷ്കരിക്കുന്ന നമ്മുടെ ഭവനങ്ങളിലാണ്, നമ്മുടെ കൂട്ടായ്മകളിലാണ്, വൈദികരുടെയും സന്യാസികളുടെയും കൂട്ടായ്മകളിലാണ്. അത് ഏറ്റവും സജീവമാക്കുവാൻ, അത് വളരെയേറെ സന്തോഷപ്രദമാക്കുവാൻ ഫ്രാൻസിസ് മാർപ്പാപ്പ പറയുന്നത് നമുക്കറിയാവുന്ന പോലെ സന്തോഷിച്ച് ആഹ്ലാദിക്കുകയെന്ന് പറയുന്നതായിട്ടുള്ള ആ സന്ദർഭത്തിനല്ല സന്യാസിമാര് അല്ലെങ്കിൽ സന്യസ്തര് എന്തുകൊണ്ടാണ് കർത്താവായ യേശുക്രിസ്തുവിലുള്ള സന്തോഷം കൊണ്ട് ലോകത്തെ ഉണർത്തുന്നവരാണെന്ന്. അപ്പോൾ സന്യാസ ഭവനങ്ങളിൽ കർത്താവിന്റെ സന്തോഷവും സ്നേഹവും കൊണ്ട്
ലോകത്തെ മുഴുവൻ സന്തോഷങ്ങൾ ഉണർത്തുന്ന ഒരു സാന്നിധ്യമായിരിക്കണം സന്യാസ ഭവനങ്ങൾ എന്ന നിലയിൽ നമ്മുടെ കൂട്ടായ്മകൾ എന്ന് ഫ്രാൻസിസ് അസിസി അനുസ്മരിച്ചുകൊണ്ട് തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മളെ ഓർപ്പിക്കുന്നു. അപ്പോൾ ഈ ഭവനത്തിലേക്ക് കടന്നു വരുന്ന അവസരത്തിൽ വളരെ സന്തോഷവും ആഹ്ലാദവും സ്നേഹവും എല്ലാവർക്കും ദൈവത്തിന്റെ കരുണയൊക്കെ മനസ്സിലാക്കുവാൻ തക്കവണ്ണമുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു ശുശ്രൂഷ ഇവിടെ വസിക്കുന്ന 4 സിസ്റ്റേഴ്സും പ്രിയപ്പെട്ട മദർ ജൂലിയുടെ നേതൃത്വം നടത്തുന്നതിന് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട്. ഈ സന്ധ്യാസമയത്ത് ദീർഘമായി സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാവർക്കും ഈ തിരുനാളിന്റെ ആശംസകൾ നേരുന്നു. ഞങ്ങളെ വിളിച്ച കുട്ടി പൊട്ടൊക്കെ ഇട്ട് എല്ലാവരും നമ്മൾ ഇന്ത്യനാക്കി നമുക്ക് എല്ലാവർക്കും ഇന്ത്യൻ ഡാൻസൊക്കെ കളിച്ചു തന്ന് നമ്മളെ വ്യത്യസ്തമായ തിരുനാൾ ആഘോഷത്തിലേക്ക് വിളിക്കുകയും പിന്നെ ഞങ്ങളെല്ലാവരും അടുത്തുള്ള വൈദികരെയും നമ്മുടെ സഹോദരന്മാരെ സിസ്റ്റേഴ്സിനെ വിളിച്ച് ഒരു നേരം നല്ല ഭക്ഷണം തിരികെയൊക്കെ ചെയ്യുന്ന വലിയ സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും മലയാളമാണ്. പിന്നെ ഇവിടെ കാണുന്ന ഈ കാര്യങ്ങളെല്ലാം നിങ്ങളുടെ വികാരിച്ചിന് മീഡിയമൻ ആയതുകൊണ്ട് ഇതിനെ മുഴുവൻ ചിത്രങ്ങളെ ലോകം മുഴുവൻ കാണത്തക്ക രീതിയിൽ ഇത് അറിയിക്കുന്നതാണ് വികാരിച്ചനും സഹവികാരിച്ചനും ഇടവാ കൂട്ടായ്മയ്ക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഇവിടെ നേർന്ന എല്ലാ വൈദിക സഹോദരങ്ങളുടെയും സന്യസ്തരുടെയും മാതാപിതാക്കളുടെയും പ്രിയപ്പെട്ടവരുടെ ഒരിക്കൽ കൂടി തിരുനാളിന് മംഗളങ്ങൾ ആശംസിക്കുന്നു. ദൈവം ധാരാളമായി. ഫ്രാൻസിസ് അസിസിയുടെ ജീവിതത്തെക്കുറിച്ച് ഒത്തിരിയേറെ കാര്യങ്ങൾ പിതാവ് പറഞ്ഞു. എങ്കിലും ഒരു കാര്യം കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഫ്രാൻസിസ് അസിസി സ്വന്തം പിതാവിനെ വിട്ട് സഭയിലേക്ക് വരാൻ കാരണം ഒരു പിതാവിൻ്റെ സ്നേഹം ലഭിച്ചതുകൊണ്ട് മാത്രമാണ്. എല്ലാവരെയും ഡിറ്റാച്ച് ചെയ്തിട്ട് സ്വന്തം അപ്പനെയും വിട്ടതിന് ശേഷം സ്വർഗീയ പിതാവാണ് എൻ്റെ പിതാവെന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ഇടയിൽ നഗ്നനായിട്ട് വന്ന ആ ഫ്രാൻസിസ് അസിസിയെ ഒരു പിതാവാണ്, ഒരു ബിഷപ്പാണ് സഭയിലേക്ക് സ്വീകരിച്ച് സ്വന്തം മാൻഡിൽ അണിയിച്ചുകൊണ്ട് സഭയിലേക്ക് സ്വീകരിച്ച ആ പിതാവിൻ്റെ സ്നേഹമാണ് ഞങ്ങളുടെ മാർ തോമസ് പിതാവിനുള്ളത്. പിതാവ് ഞങ്ങളോട് കാണിക്കുന്ന എല്ലാ സ്നേഹത്തിനും ഞങ്ങളെ എപ്പോൾ എന്ത് ചോദിച്ചാലും ഞങ്ങളോട് കൂടെ ആയിരിക്കുവാനും ഞങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറായിക്കൊണ്ട് സഭയിലേക്ക് ഞങ്ങളെല്ലാവരെയും ഒരുപോലെ നയിച്ചുകൊണ്ടിരിക്കുന്ന പിതാവിന് ഒത്തിരിയേറെ നന്ദിയോടെ ഞങ്ങൾ ഓർക്കുന്നു. ഞങ്ങളുടെ ഈ അവസരത്തിൽ ഞങ്ങളോടുകൂടി ആയിരിക്കുവാൻ വേണ്ടി ഞങ്ങൾ ഈ ക്ഷണം സ്വീകരിച്ചു വന്ന പിതാവിനും എല്ലാ അച്ഛന്മാർക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. അതുപോലെ എല്ലാ സിസ്റ്റേഴ്സും ഇതാദ്യമായിട്ടാണെന്ന് തോന്നുന്നത് ഞങ്ങളിങ്ങനെ വരാനായിട്ടുള്ളൊരു സാഹചര്യം ഒരുക്കിയത്. ഫ്രാൻസിസിന്റെ തിരുനാമത്തിൽ നിങ്ങളെല്ലാവരും ഞങ്ങളോട് കൂടെ ആയിരിക്കുന്നതിന് ഞങ്ങൾക്ക് ഒത്തിരിയേറെ സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹത്തിനും ഇവിടെ വന്ന് ഞങ്ങളോടുകൂടെ ആയിരിക്കുന്നതിനും ഒത്തിരിയേറെ നന്ദി അറിയിക്കുന്നു. നിറഞ്ഞ സിസ്റ്റേഴ്സ്, സ്നേഹം നിറഞ്ഞ ഞങ്ങളുടെ ഇടവക അംഗങ്ങളെ, അയൽവാസികളെ എല്ലാവർക്കും ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഇന്ന് ഈ അവസരത്തിൽ ഫ്രാൻസിസ് അസിസിയുടെ തിരുനാമത്തിൽ നമ്മളെല്ലാവരും ഒരുമിച്ച് കൂടി ഒരു ഭവനത്തിലായിരുന്നുകൊണ്ട് ഭക്ഷണം ആസ്വദിക്കാനും അതുപോലെ പ്രാർത്ഥനയിൽ സംബന്ധിക്കാനും ഒക്കെ സാധിച്ചതിന് ഒത്തിരിയേറെ നന്ദിയുണ്ട്. എല്ലാവരും ഞങ്ങളോട് ക്ഷണം സ്വീകരിച്ചിവിടെ എത്തി ഞങ്ങളോടുകൂടി ആയിരിക്കുന്നതിൽ ഒത്തിരിയേറെ നന്ദിയുണ്ട്. ഞങ്ങളെ പല വിധത്തിൽ സഹായിക്കുന്ന എല്ലാവരെയും ഞങ്ങൾ ഈ അവസരത്തിൽ ദൈവനാമത്തിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഞങ്ങളുടെ ഇളയ പിള്ളേരെ മോളാണ്. അതാണ് കോളേജിൽ വന്ന തഞ്ചാവൂർ അംഗ്ലീഷ് പോത്തുകുന്നലച്ച, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, പ്രിയപ്പെട്ട പാസ്റ്റ് കൗൺസിൽ അംഗങ്ങളെ, അതുപോലെ തന്നെ ഇടവക കൈക്കാരൻ, പ്രിയപ്പെട്ട കമ്മിറ്റി അംഗങ്ങളെ, നമ്മുടെ ഇടവകയിൽ 2 സന്യാസിനി സമൂഹങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നുണ്ട്.
പഴയൂര് ജോൺ ദ ബാപ്റ്റിസ്റ്റ് സിസ്റ്റേഴ്സ്, ഇവിടെ FMM സിസ്റ്റേഴ്സ്. അവരുടെ സന്യാസ സമൂഹത്തിന്റെ സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ ഫ്രാൻസിസ് അസീസിയുടെ തിരുനാൾ ആചരിച്ചു. അഭിനന്ദ പിതാവ് അതുപോലെ നിരവധി വൈദികരും സമർപ്പിതരും ഒക്കെ ഇവിടെ വന്നു. നമ്മുടെ ഇടവക കൂട്ടായ്മ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സിസ്റ്റർമാരുടെ ശുശ്രൂഷ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ. ദിവസവും നിത്യേന പള്ളി വരികയും പ്രാർത്ഥിക്കുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ മാതൃവേദിയും അതുപോലെ തന്നെ നമ്മുടെ സ്കൂളിന്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ സിസ്റ്റർമാർ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുപോലെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന പ്രാർത്ഥിക്കുന്നതിനും ഒക്കെയുള്ള നിയോഗം അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സന്തോഷം തോന്നുന്ന ഒരു അനുഭവമായിരുന്നു. നമുക്കറിയാം, നമ്മുടെ ഒരു സമൂഹ സിസ്റ്റർമാർ അവർ ഒറ്റപ്പെട്ടവരല്ല, നമ്മുടെ സ്വന്തമാണ്, നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാണ്. ആ ഒരു തിരിച്ചറിവിലാണ് അവര് നമ്മളെ വിളിച്ചത്, നമ്മൾ ഈ സന്തോഷം പങ്കെടുത്തത്. പ്രത്യേകിച്ച് ഇടവക്കാരൊക്കെ എനിക്ക് വളരെ സന്തോഷം തോന്നുന്നു. നമ്മുടെ കമ്മിറ്റിക്കാര് ഒക്കെ ചേർന്ന് ഭക്ഷണം ഉണ്ടാക്കാൻ ഒക്കെ സഹായിച്ചു സിസ്റ്റർമാരുടെ ആവശ്യപ്രകാരം. അതുപോലെ ഇവിടെ വിതരണം ചെയ്യുന്നതിൽ ഭക്ഷണം കൊണ്ടു കൊടുക്കുന്നതിന് മറ്റുള്ളവരെല്ലാം അതാക്കുന്നതിന് നിങ്ങൾ നല്ല ഒരു സഹായം ചെയ്തു തന്നു. നിങ്ങൾ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ്. പ്രത്യേകിച്ച് ഇടപെട നാമത്തിൽ, എൻ്റെ വ്യക്തിയുടെ നാമത്തിൽ, പുരകസ്പോതൻ എന്ന് വെച്ച നാമത്തിൽ, ഇവിടെ എല്ലാവരുടെ നാമത്തിൽ പ്രിയപ്പെട്ട സിസ്റ്റേഴ്സിന് എല്ലാ തിരുനാളിന്റെ ആശംസകൾ പ്രത്യേകമായിട്ട് നേരുകയാണ്. ഒപ്പം തന്നെ നമ്മുടെ കൈക്കാർ ഈ അവസരത്തിൽ ഒരു നമ്മുടെ പൊതുവായിട്ട് എല്ലാ ഇടവ സമൂഹത്തിൽ പ്രതിദാനം ചെയ്തുകൊണ്ട് ഒരു ചെറിയ ആശംസ അറിയിക്കുകയും ഇടവയുടെ ചെറിയ ഒരു സമ്മാനം സിസ്റ്റർമാർക്ക് തന്നെ ആഗ്രഹിക്കുന്നു. അത് എല്ലാവരുടെ സ്ഥാനത്ത് കൊടുക്കാനായിട്ടും ആഗ്രഹിക്കുന്നു. സ്നേഹമുള്ള സിസ്റ്റേഴ്സ്, വികാരി അച്ഛന്മാരെ, മെമ്പർമാരെ, നമ്മുടെ ഇടവകളെ കമ്മിറ്റി സുഹൃത്തുക്കളെ, നമുക്ക് വീണ്ടും ഒരിക്കൽ കൂടി ഒന്നുകൂടി ഒത്തുകൂടാനുള്ള അവസരം പോലെ സിസ്റ്റേഴ്സ് നമുക്ക് സമ്മാനിച്ചിരിക്കുകയാണ്. എനിക്ക് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 95-ലാണ് തോന്നുന്നത് ഇവിടെ എന്തോ അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ വന്നൊരു സ്ഥലം കണ്ടെത്തുകയും അതിന് മുമ്പ് വന്നു കഴിയുമ്പോൾ ഇവിടെ അരവലിപ്പത്തെ പ്രത്യാശയുടെ അവിടെയായിരുന്നു ആദ്യം താമസിച്ചത്. ഇതിന് ശേഷം എൽദോ അച്ഛൻ്റെ നേതൃത്വം ഇവിടെ വന്ന് ഇത്തരത്തിൽ നമ്മുടെ പള്ളിയുടെ താഴെ സ്ഥലം കണ്ടെത്തുകയും ഏകദേശം 28 വർഷത്തോളം ആയി ഇവിടെ സേവനം അനുഷ്ഠിക്കുന്നു. അതിനിടയ്ക്കൊക്കെ നമുക്ക് എല്ലാവരും പരിചയമില്ല, മുൻപൊക്കെ കുറേ വിദ്യാർത്ഥികൾ ഇവിടെ ഇപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, 25 കൊല്ലം പഠിച്ച വിദ്യാർത്ഥികളെ പേര് എനിക്ക് ഓർമ്മയുണ്ട്. അതൊന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല. എന്നാലും കുറേ വിദ്യാർത്ഥികൾ, ഒരു 5-6 ബാച്ചൊക്കെ വിദ്യാർത്ഥികൾ ഇവിടെ പഠിച്ച് കുറേ സിസ്റ്റർമാരൊക്കെ ആയിട്ട് വിവിധ മേഖലകളിൽ, വിവിധ സംസ്ഥാനങ്ങളിൽ, വിവിധ രാജ്യങ്ങളിൽ സേവനം അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളെ സംബന്ധിച്ചോളം, ചിലടയെ സംബന്ധിച്ചോളം SIC സിസ്റ്റേഴ്സിന്റെ സാന്നിധ്യം ആദ്യം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ 2 കോൺഗ്രസ് സിസ്റ്റേഴ്സിന്റെയും സാന്നിധ്യം നമ്മളെ സംബന്ധിച്ചോളം ഇവിടെ ഇടവകയെ കൂടുതൽ വളർത്തുന്നതിനായിട്ട് കൂടുതൽ അത്യുത്സാഹം ചെയ്യുന്ന ഒരു സന്യാസ സമൂഹമാണ്. എന്തായാലും അവരുടെ വിശുദ്ധന്റെ തിരുനാമം ആഘോഷിക്കുമ്പോൾ നമ്മുടെ ഇടവക കമ്മിറ്റിക്കാരെയും ഇടവകൾ ചേർന്ന് നിൽക്കുന്ന ആളുകളെയും അതാരും നോക്കാനുള്ള വ്യത്യസ്തമായ അതുപോലെ അയൽവാസികളെയും ഒക്കെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പരിപാടിയുടെ സംഘടിപ്പിക്കുവാനായ ബഹുമാന പിതാവിന്റെ സാന്നിധ്യവും ബഹുമാന സിസ്റ്റേഴ്സിന്റെയും അച്ഛന്മാരുടെ സാന്നിധ്യമൊക്കെ നമ്മളെ സംബന്ധിച്ച് ഇടവയെ സംബന്ധിച്ചിടത്തോളം വളരെ സ്നേഹം നൽകുന്ന ഒരു അവസരം കൂടിയാണ്. ഇത്തരത്തിൽ ഇന്നലെ കമ്മിറ്റി കൂടുകയും സിസ്റ്റേഴ്സ് ഈ കമ്മിറ്റിക്കാരെയൊക്കെ പ്രത്യേകം വിളിച്ച് പേര് സംഘടിപ്പിക്കുമോ എന്തെങ്കിലും സമ്മാനം കൊടുക്കണമെന്ന് കമ്മിറ്റിയിൽ ഞങ്ങളൊക്കെ വളരെ ആത്മാർത്ഥം ആഗ്രഹിച്ചതിന് ഫലമായിട്ട് ഇന്നൊരു അച്ഛൻ പറഞ്ഞതുപോലെ ഒരു ചെറിയ സമ്മാനവും പിന്നെ ക്യാഷായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഞങ്ങൾ പല കാര്യങ്ങളും വെച്ച് ആലോചിച്ചു. അപ്പോഴൊക്കെ പല ആളുകളും പറഞ്ഞു അത് ക്യാഷ് കൊടുത്ത് അവർ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ മേടിച്ച് ഉപയോഗിക്കും എന്ന് പറഞ്ഞ വെളിച്ചത്തിലാണ് ചെറിയ ക്യാഷ് കൊണ്ടുവന്ന് എന്തായാലും തോന്നുന്നുണ്ട്. നമ്മുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ സിസ്റ്റർ ഇവിടെ യൂണിഫോമിലൊക്കെ വന്നവരുടെ ഡാൻസ് ഒക്കെ ചെയ്ത പിതാവിനെയും അതോടൊപ്പം തന്നെ നമ്മളൊക്കെ വെൽക്കം ചെയ്തു. ഒരു പുതുമയായിരുന്നു. എന്തായാലും ഇത്തരത്തിൽ അതുപോലെ തന്നെ ഇവിടെ ഈ ഭക്ഷണ സിസ്റ്റം കണ്ടപ്പോൾ തന്നെ നമ്മുടെ ഇടവക അംഗങ്ങൾ എന്തായാലും അതിന്റെ ഭക്ഷണം പാകം ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും അതിൽ കുഞ്ഞുമഞ്ഞന്റെയും ചേട്ടൻ്റെയും നേതൃത്വത്തിൽ അവരൊക്കെ ഇന്നലെ മുതൽ തന്നെ ഈ സമയം വരെയും ആത്മാർത്ഥമായിട്ട് ഭക്ഷണം ഉണ്ടാകുന്ന നല്ല വിഭവസമുള്ള ഭക്ഷണം അവരുണ്ടാക്കി നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിരിക്കും. അപ്പോൾ അവർ എന്തൊരു ഫോൺ മിസ്സിംഗ് ആയതുകൊണ്ടാണ് നമ്മുടെ സെക്രട്ടറി ജോർജിനെ എത്താത്തത്. എന്തായാലും അവരുടെ അസാന്നിധ്യത്തിൽ ഒരിക്കൽ കൂടി ഇടവകയുടെ എല്ലാവരുടെയും നാമത്തിലുള്ള ഹൃദ്യമായ മംഗളാശംസകൾ. Happy feast day to you. Happy feast day to you, dear sisters. Happy feast day to you. May the good God bless you. May the good God bless you. May the good God bless you, dear sisters. Happy feast day to you.